മുറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നികേഷ് കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലെന്നറിഞ്ഞ് ടെൻഷനോടെ അവനെ അന്വേഷിച്ചിറങ്ങുകയാണ് സുഭാഷും സുധീഷും ഹരീഷുമെല്ലാം. നിധിയും സങ്കടത്തോടെ ഉമ്മറത്തെ പടിക്കെട്ടിലിരുന്ന് നികേഷുമൊത്തുള്ള ചില നിമിഷങ്ങൾ ഓർത്തെടുക്കുക. അവർ രണ്ടുപേരും ചെസ് കളിക്കുന്നതിനിടയിൽ ഇത്രയടുത്ത് ബീച്ചുണ്ടായിട്ടും എടുത്ത് ഇങ്ങും പോയിട്ടില്ലെന്നാണോ എന്ന് നികേഷ് ചോദിക്കുക. വല്ലപ്പോഴും പോയിട്ടുണ്ട്, നീ വിശ്വസിക്കുമെന്നറിയില്ല. 1 മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ എത്തുന്ന സ്ഥലമായിട്ട് കൂടി എന്റെ കോളേജിലെ ബീച്ചിൽ ഇന്ന് വരെ പോവാത്തവരുണ്ട്. അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നിയിട്ടുണ്ട്. മലയാളിക്ക് ടൂർ എന്ന് പറഞ്ഞ ഊട്ടിയും കൊടൈക്കനാലും മൂന്നാറും ഇടുക്കിയുമൊക്കെയാ, അല്ലെങ്കിൽ മൈസൂർ. കേരളത്തിന്റെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ കടലുണ്ടായിട്ടും മലയാളിക്ക് ബീച്ച് വളരെ റെയർ ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാ. ചിലപ്പോ ചൂടായിട്ടായിരിക്കും അല്ലേ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോ കടല് കാണെങ്കിൽ തന്നെയോ അങ്ങ് ഗോവയിൽ പോയി കാണാൻ എല്ലാവരും ഓക്കെയാ എന്നെ നികേഷ് പറയേ. അത് കടല് കാണാൻ മാത്രമല്ലെന്ന് എല്ലാവർക്കും അറിയാമെന്ന് നിധിയും. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം കടല് കാണാനാ. എത്ര നേരം വേണമെങ്കിലും ഞാൻ കടല് കണ്ടോണ്ടേയിരിക്കും. ഒരു പഴയ പാട്ടില്ലേ, കടലേ നീലക്കടലേ നിൻ ആത്മാവിൽ നീറാത്ത ചിന്തകളുണ്ടോ? ഒരു പാട്ടെന്ന് നികേഷ് ചോദിക്കെ. ജെൻസി പിള്ളേർക്ക് ഈ പാട്ടൊക്കെ അറിയോ എന്ന് നിധിയും. ജെൻസി പിള്ളേരെ പഴയ പാട്ട് പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, സ്റ്റാർ സിംഗറെ. ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, വലിയ തുറ. അവിടെ കുറച്ചു മാറി ഒരു പാറക്കെട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ വലിയ ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. അവിടെ പോയി ഞാൻ കുറെ നേരം ഇരിക്കും. കടല് കുറെ നേരം നോക്കിയിരുന്നു വിഷമങ്ങളൊക്കെ പതിയെ ഇല്ലാണ്ടാവുമെന്ന് നികേഷും പറയുന്നുണ്ട്. അതിന് മാത്രം നിനക്ക് വിഷമം എന്താടാ എന്ന് നിധി ചോദിക്കേ. അതൊക്കെയുണ്ട്. വീട്ടിലെ ചേട്ടന്മാര് തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോ എനിക്ക് നല്ല വിഷമം വരും. അപ്പൊ ഞാൻ അവിടെ പോയി കുറെ നേരം ഇരിക്കുമെന്ന് നികേഷ് പറയും. അത്രയ്ക്ക് വിഷമം ഉണ്ടാവുന്ന പോലെ വഴക്കുണ്ടാവുമെന്ന് നിധിയും. ഈ വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ ഏട്ടത്തിക്ക് തോന്നിയല്ലോ. ഏട്ടത്തി വന്നതിന് ശേഷമാ ഈ വീടൊരു വീടായി മാറിയത്. മുമ്പൊക്കെ ആഴ്ചയിൽ 4 തവണയെങ്കിലും ഹരീഷ് ഏട്ടനും സുധീഷ് ഏട്ടനും വഴക്കുണ്ടാക്കും. 2 ദിവസമൊക്കെ അടിയുണ്ടാവും. അടിയെന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള അടി. എനിക്കത് കാണുമ്പോ ശരിക്കും കരച്ചിൽ വരുമെന്ന് ടെൻഷനോട് അവൻ പറയേ. ഇനി അങ്ങനെ അടിയുണ്ടാവാതെ നമുക്ക് നോക്കാം കേട്ടോ എന്നവളും അവനെ ആശ്വസിപ്പിക്കുകയാ. അക്കാര്യം ഓർക്കെ സംശയത്തോടെ അവൾ പെട്ടെന്ന് തന്നെ സുധീഷിനെ വിളിക്കുകയാ. കാർ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കായിരുന്ന സുധീഷും ഏട്ടാ നിധിയാ എന്ന് പറയേ. അവൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും എടുക്കെന്ന് സുഭാഷും. അവൻ വണ്ടി ഒതുക്കി കോളെടുത്ത് ഹലോ നിധി, എന്തായി? നികേഷ് വീട്ടിലെത്തിയോ എന്ന് ചോദിക്കേ. ഇല്ല, നിങ്ങൾ അവനെ കണ്ടോന്നറിയാൻ വിളിച്ചതാന്ന് നിധിയും. ആകാംക്ഷയോടെ സുഭാഷും എന്താന്ന് ചോദിക്കേ. ഇല്ലെന്ന് അവൻ തലയാട്ടുകയാ. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് സുധീഷ് പറയേ. ഞാനൊരു സ്ഥലം പറയട്ടെ, അവിടെ ഒന്ന് പോയി നോക്കുമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. എവിടെയാ എന്ന് സുധീഷ് ചോദിക്കും. അവൻ എന്നോട് സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലൊരു ബീച്ചിനെ പറ്റി പറഞ്ഞിരുന്നു. സങ്കടം വരുമ്പോഴൊക്കെ അവൻ അവിടെ പോയി ഇരിക്കാറുണ്ടത്രേ എന്ന് നിധി പറയുന്നത് കേൾക്കെ. ബീച്ചോ? ഏത് ബീച്ച് എന്ന് സുധീഷും. ഇവിടെ അടുത്ത് ഏതോ ഒരു തുറയാ. അവൾ സംശയത്തോടെ പറയേ. വലിയ തുറ എന്ന് സുധീഷ്. അതെ, അവൻ അവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നെന്ന് നിധി പറയേ. അതിനെന്താ ഉറപ്പുള്ളതെന്ന് സുധീഷും. ഒന്ന് അന്വേഷിക്കുന്നത് കൊണ്ടെന്താ, എന്റെ മനസ്സ് അങ്ങനെ പറയുന്നു എന്ന് നിധി പറയേ. എന്ന് ഞങ്ങൾ പോയി നോക്കാമെന്ന് സുധീഷും സമ്മതിക്കുക. പോയി വന്നിട്ട് എന്നെ വിളിക്കണമെന്ന് നിധി പറയുമ്പോഴേക്കും വിളിക്കാമെന്ന് പറഞ്ഞ് സുധീഷും കോൾ വെക്കുക. എടാ നിധി എന്താ പറഞ്ഞെന്ന് സുഭാഷ് ചോദിക്കെ. അവൻ വലിയ തുറ ബീച്ചിലുണ്ടാവുമെന്നാ. അവൻ എപ്പോഴും അവിടെ പോയി ഇരിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടത്ര എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നീ വേഗം വണ്ടി എടുക്കുന്ന സുഭാഷ്. ഹരീഷ് അപ്പോഴും ടൗണിലൂടെ നടന്ന് ഓരോരുത്തരെയും മൊബൈലിൽ ഫോട്ടോ കാണിച്ചുകൊണ്ട് നികേഷിനെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അപ്പോഴേക്കും സുഭാഷും സുധീഷും ബീച്ചിലെത്തി അവനെ അന്വേഷിക്കാൻ തുടങ്ങിയിരുന്നു. ബീച്ചിൽ കാണുന്നവരോടെല്ലാം അന്വേഷിച്ചും വലിയ പാറക്കെട്ടിൽ കയറി നിന്ന് നികേഷ് എന്ന് കൂവി വിളിച്ചു. അവരന്വേഷിച്ച് നടക്കുന്നതിനിടയിലാണ് ബീച്ചിലേക്ക് നോക്കി ഒരു പാറക്കല്ലിലിരിക്കുന്ന നികേഷിനെ കാണുന്നത്. പരിഭ്രമത്തോടെ മോനെ നീ എവിടെയാണെന്ന് സുഭാഷ് അലറി വിളിക്കുമ്പോഴേക്കും നികേഷ് അവിടെ ഇരിക്കുന്നത് കണ്ട സുധീഷും സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് അവനെ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും സുഭാഷും അവനെ കണ്ടെത്തിയ ആശ്വാസത്തിൽ തളർന്നു നിൽപ്പാ. സുധീഷ് അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ തട്ടി വിളിച്ച് ഡാ നികേഷേ എന്ന് വിളിക്കുമ്പോഴേക്കും സുധീഷേട്ടാ ഏട്ടൻ എന്താ ഇവിടെ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. നീ എന്താടാ ഇവിടെ വന്നിരിക്കുന്നേ? ഇത്രമാത്രം അവിടെ നോക്കിയിരിക്കാൻ എന്താ? തിരിയടിക്കുമ്പോ വെള്ളം മാത്രമല്ലേ ഉള്ളൂ. അല്ല ഇനി ഗേൾഫ്രണ്ടിനെയും കൂട്ടി വന്നതാണോടാ എന്നവരും ചോദിക്കുന്നത് കേൾക്കെ നികേഷും നിറഞ്ഞ കണ്ണുകളോടെ അവന് നോക്കുകയാ. സുധീഷ് ചുറ്റും നോക്കിക്കൊണ്ട് അല്ല ആളെവിടെടാ, എന്നെ കണ്ടപ്പോ മറഞ്ഞിരിക്കുക എന്ന് ചിരിയോടെ ചോദിക്കേ. ദേഷ്യത്തോടെ അല്ല എന്ന് നികേഷും. അല്ലേ ശരി, നിന്റെ ഫോൺ എവിടെയാ? ഫോൺ നീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നോ എന്ന് സുധീഷ് ചോദിക്കേ. അത് ചാർജ് തീർന്നു പോയതാ എന്ന് നികേഷും. കോളേജ് വിട്ടു കഴിഞ്ഞ ഉടനെ നീ വീട്ടിലെത്താറുള്ളതല്ലേ? ഇതിപ്പോ രാത്രിയായി എന്നിട്ടും നീ വീട്ടിലേക്ക് പോയിട്ടില്ല. ദേ ഇവിടേക്കാണെന്ന് നീ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പൊതി കപ്പലണ്ടിയുമായി ഞാനും വന്നിരിക്കുമായിരുന്നല്ലോ. അല്ല അത് പോട്ടെ, നിനക്ക് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയല്ലേ? ഇവിടെ വന്നിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോ നിനക്കെന്താടാ പേടിയില്ലെന്ന് സുധീഷ് ചോദിക്കും. ഞാൻ ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് നികേഷും. നല്ല ചോദ്യമായി. ഉച്ചയ്ക്ക് 2 മണിയോടെ വീട്ടിലെത്തേണ്ട പയ്യ വൈകിട്ട് 6 ആയിട്ടും രാത്രി 8 ആയിട്ടും കണ്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അന്വേഷിക്കണ്ടടാ. തിരുവനന്തപുരം മൊത്തം അന്വേഷിച്ചു. ഞാനൊരു വഴി, സുഭാഷ് ഏട്ടൻ ഒരു വഴി, ഹരീഷ് വേറൊരു വഴി. എന്റെ അമ്മോ, കറങ്ങി കറങ്ങി അങ്ങനെ അവസാനം ഇവിടം വരെ എത്തി എന്ന് സങ്കടത്തോടെ
ചിരിയോടെ സുധീഷ് പറയുന്നുണ്ട്. ശേഷം അവിടുന്ന് എഴുന്നേറ്റ് കൊണ്ട് സോറി ഏട്ടാ, നിങ്ങളെല്ലാരും എന്നെ ഇങ്ങനെ അന്വേഷിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലെന്ന് നികേഷ് പറയേ. അത് ശരി, അപ്പൊ നീ കോളേജിൽ നിന്ന് വരാതിരുന്ന വീട്ടിൽ 4 ദിവസം ഒരാൾക്ക് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി വിട്ടു കളയുമെന്ന് നീ വിചാരിച്ചു? അതല്ല, സാറെന്തിനാ ഇവിടെ വന്നിരുന്നേ, അതൊന്ന് പറഞ്ഞേ. എടാ പറയടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും നികേഷും കരച്ചിലോടെ എനിക്ക് സഹിക്കാൻ പറ്റണില്ലേട്ടാ എന്ന് പറയുമ്പോ ഇത്രയും നേരം ഇവിടെ വന്നിരുന്നപ്പോ നീ ഓക്കെ ആയോ എന്ന് സുധീഷും ചോദിക്കുക. എടാ അതിനു മാത്രം എന്താ ഉണ്ടായത്? ഇത്രയും കാലം അറിയാതിരുന്നൊരു കാര്യം നീ ഇപ്പൊ അറിഞ്ഞു. അതിലും കൂടുതൽ എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? എടാ നമ്മുടെ അമ്മമാര് വേറെയാണെങ്കിലും നമ്മുടെ അച്ഛനൊന്നല്ലേടാ. ആ നിലയ്ക്ക് നമ്മൾ ചേട്ടാനിമാര് തന്നെയല്ലേ? എടാ എല്ലാം പെർഫെക്റ്റ് ആയ ഒരു വീട്ടിൽ താമസിച്ചിട്ട് ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് നമ്മളിത് അറിയുന്നതെങ്കിൽ വിഷമിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് വിചാരിക്കാം. എടാ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ സാധാരണമാണെന്ന് കരുതിയ മതി. നികേഷേ മോനെ, ഇതിലും വലുത് വന്നാലും നമുക്ക് താങ്ങാൻ കഴിയണമെടാ. അമ്മയെ കൊന്ന് അച്ഛൻ ജയിലിൽ പോകുന്ന ഏർപ്പാട് സാധാരണ വീടുകളിൽ സംഭവിക്കൂ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്തും താങ്ങാൻ റെഡി ആയിരിക്കണം. സുധീഷ് ആശ്വസിപ്പിക്കുമ്പോഴേക്കും നികേഷും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചായുകയാണ്. സുധീഷും അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് നികേഷേ മോനെ, എടാ ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ നിക്കരുത് കേട്ടോ. നീ ഈ നേരമായിട്ടും വീട്ടിൽ വന്നിട്ടില്ലെന്നറിഞ്ഞപ്പോ ഞങ്ങൾ 3 പേരും ജീവൻ കളഞ്ഞ് ഓടുകയായിരുന്നു. എടാ നീ കൂടി ഉള്ളപ്പോഴാടാ അതൊരു വീടാവുന്നത്. നിനക്ക് അത്രമാത്രം വിഷമം വന്നെങ്കിൽ അത് എന്നോട് പറഞ്ഞ പോരെ. നമുക്ക് കാർ എടുത്തൊന്ന് ചുറ്റിക്കറങ്ങി ഫ്രഷായി തിരിച്ചു വരായിരുന്നല്ലോടാ. എടാ ഈ സങ്കടങ്ങളൊക്കെ ഒന്ന് പോസിറ്റീവായി നേരിട്, അല്ലാതെ ഇങ്ങനെ ഡാർക്ക് അടിച്ച് നിക്കല്ലേ. എടാ നീ എന്റെ കാര്യം വിട്, നീ സുഭാഷിട്ടിനെ ഓർത്തോ എന്ന് സുധീഷ് ചോദിക്കാൻ നികേഷ് വീണ്ടും സങ്കടത്തോടെ പൊട്ടിക്കരയുക. സുഭാഷ് അപ്പോഴും അവരുടെ പുറകിലെ പാറക്കെട്ടിൽ തലയ്ക്കു കൈയും കൊടുത്ത് സങ്കടത്തോടെ ഇരിപ്പാ. കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ആ പാവം. അറിയോ, ഇന്ന് രാത്രി നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായും അറ്റാക്ക് വന്ന് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ കിടന്നേനെ. നിന്നെ വളർത്തി വലുതാക്കിയ സുഭാഷേട്ടനെങ്കിലും നീ ഓർക്കണമായിരുന്നു നികേഷേ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ കണ്ണുനീർ തുറച്ചുകൊണ്ട് സുഭാഷേട്ടൻ എവിടെയെന്ന് നികേഷ് ചോദിക്കുക. പുറകിലേക്ക് ചൂണ്ടിക്കൊണ്ട് ദേ ഇരിക്കുന്നു നോക്ക് എന്ന് പറയുമ്പോഴേക്കും അവിടെ തളർന്നിരിക്കുന്ന സുഭാഷേട്ടനെ കണ്ട് സങ്കടം സഹിക്കാൻ കഴിയാതെ നികേഷും ഏട്ടന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവിടെ ഇരുന്ന് പൊട്ടിക്കരയുക. സുഭാഷും അവനെ ചേർത്ത് പിടിച്ച് കരച്ചിലോടെ കരയില്ലേടാ കരയാതെ എന്ന് ആശ്വസിപ്പിക്കുകയാണ്. സുധീഷ് അപ്പോഴേക്കും തന്റെ മൊബൈൽ എടുത്ത് നിധി വിളിക്കുന്നുണ്ട്. നിധിയും കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ സുധീഷേ കണ്ടോ അവനെ എന്ന് ചോദിക്കടോ. ഇയാൾ പറഞ്ഞതുപോലെ അതേ സ്ഥലത്ത് തന്നെ അവനുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടു, തിരിച്ചു വരാൻ പോവുക. ഞങ്ങൾ 1 മണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെ ഈശ്വര നീ കാത്തു എന്ന് നിധിയും പ്രാർത്ഥിക്കുക. എന്ന് ശരിയെന്ന് പറഞ്ഞ് സുധീഷ് കോൾ വെക്കാൻ തുടങ്ങുമ്പോഴേക്കും ഹരീഷിനോട് വിളിച്ച് പറയണേ പാവം അവൻ അന്വേഷിച്ച് നടക്കുകയായിരിക്കുമെന്ന് നിധിയും. ശരി ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് സുധീഷും കോൾ കട്ട് ചെയ്യുക. നിധിയും സന്തോഷത്തോടെ ഉമ്മറത്തെ കട്ടിലിൽ ഇരിക്കായിരുന്ന അച്ഛന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് നികേഷിനെ കണ്ടുന്ന് ബീച്ചിലുണ്ടായിരുന്നു. അവനെയും കൂട്ടി സുഭാഷേട്ടനും സുധീഷേട്ടനും ഇപ്പൊ വരും എന്ന് പറയെ അച്ഛനും ഒരു ഭാവഭേദവും ഇല്ലാതെ ഇരിക്കുന്ന കണ്ട നിധിയും മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാ. കട്ടിലിൽ ഇരിക്കുന്ന അച്ഛൻ അപ്പോഴേക്കും ഒരു ബീഡി പോയിക്കാനായി തുടങ്ങുന്നുണ്ട്. അവിടെ സുഭാഷേട്ടന്റെ മടിയിൽ തല വെച്ചിരുന്ന് പൊട്ടിക്കരയുക നികേഷ്. കരയുണ്ടെന്ന് പറഞ്ഞ് കരച്ചിലൂടെ സുഭാഷും അവനെ ആശ്വസിപ്പിക്കുക. അപ്പോഴേക്കും സുധീഷ് അവന്റെ ബാഗുമായി അങ്ങോട്ടെത്തി. സുഭാഷേട്ടാ നിധിയോടും ഹരീഷിനോടും വിളിച്ചു പറഞ്ഞു. ഹരീഷ് വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്, പാവം അവൻ ആറ്റിങ്ങിലേക്ക് പോവായിരുന്നു എന്ന് പറയേ അവനെന്തിനാ അങ്ങോട്ട് പോയേ എന്ന് സുഭാഷും. ഇവന്റെ കൂടെ പഠിക്കുന്ന ഏതൊക്കെയോ ഫ്രണ്ട്സ് ആ ഭാഗത്തുണ്ടത്രേ. അവരുടെ അടുത്തേക്ക് എങ്ങാനും ഇവൻ പോയിട്ടുണ്ടാവുമെന്ന് അന്വേഷിക്കാനാ. ഇപ്പോ തിരിച്ചു വന്നോളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്തുമ്പോഴേക്കും അവൻ എത്തിക്കോളുമെന്ന് സുധീഷും പറയുകയാ. നികേഷും തലയുയർത്തിക്കൊണ്ട് സോറി സുഭാഷേട്ടാ സോറി, ഞാൻ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഞാൻ എന്റെ വിഷമം മാത്രമേ നോക്കിയുള്ളൂ, നിങ്ങളെക്കുറിച്ച് ഓർത്തില്ല. സോറി എന്ന് പറഞ്ഞ് വീണ്ടും മടിയിൽ തലവെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. സുഭാഷ് അവനെ ചേർത്ത് പിടിച്ച് സാരമില്ലടാ സാരമില്ല, പക്ഷേ ഇനി മേലാൽ ഇങ്ങനെ ചെയ്യരുത്. എന്ത് വിഷമമുണ്ടെങ്കിലും നീ ആദ്യം ഞങ്ങളോട് പറയണം. ഞങ്ങൾ പിന്നെ എന്തിനാടാ നിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാക്കുകൂടാ എന്ന് സുഭാഷ് ചോദിക്കെ പെട്ടെന്ന് എനിക്കും നിങ്ങൾക്കും 2 അമ്മമാരാണെന്ന് അറിഞ്ഞപ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയില്ലേട്ടാ. അത് ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റിയില്ല. ആ വിഷമം എന്തായിരുന്നു എന്ന് എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. വീട്ടിൽ വന്നാ പിന്നെയും അതോർത്ത് കുഴപ്പമാവുമെന്ന് തോന്നിയപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞവൻ വീണ്ടും കരയുകയാ. നികേഷേ ഇങ്ങനൊക്കെ എന്തിനു സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ഞങ്ങളുടെ കുഞ്ഞനുജനാ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും, ഇന്നലെയും ഇന്നും നാളെയും എന്ന് സുഭാഷേട്ടൻ പറയുന്നത് കേൾക്കെ നികേഷ് വീണ്ടും പൊട്ടിക്കരയുകയാണ്. പിന്നീട് അവർ ഒരുമിച്ച് വീട്ടിലേക്ക് തിരിക്കുകയാ. അവിടെ ഭാസ്കരൻ ഉമ്മറത്തെ കട്ടിലിൽ റേഡിയോയിൽ പാട്ടും വെച്ച് അതിനൊത്ത് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. യേശിനെയും കാത്ത് നിധിയും ഹരീഷും മുറ്റത്തു തന്നെ നിൽപ്പുണ്ട്. അച്ഛന്റെ പാട്ട് സഹിക്കാനാവാതെ ഹരീഷ് ദേഷ്യത്തോടെ അങ്ങോട്ട് ചെന്ന് ഒരു പാട്ട് വെക്കാൻ കണ്ട നേരം എന്ന് പറഞ്ഞ് ആ റേഡിയോ എടുത്ത് മുറ്റത്തേക്ക് വലിച്ചെറിയുക. എന്റെ റേഡിയോ പാട്ട് കേൾക്കുമ്പോ പ്രാന്ത് കേൾക്കുന്ന ഒരു പൊട്ടൻ അല്ലെങ്കിൽ തന്നെ കേടാ, അതിന്റെ ഇടയില അവന്റെ ഒരു എടുത്തെറിയല്. ആകെയുള്ളൊരു ആശ്വാസം ഇതാ എന്ന് പറഞ്ഞ് അച്ഛനും മുറ്റത്തേക്ക് ഇറങ്ങി ആ റേഡിയോ എടുത്തോണ്ട് പോവുകയാണ്. നിധിയും ഹരീഷിനോടായി അവരിങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ ടെൻഷൻ, സ്ഥലത്തിരുന്നൂടെന്ന് അസ്വസ്ഥതയോടെ മുറ്റത്ത് നടക്കുന്ന ഹരീഷിനോടായി അവൾ ചോദിക്കുന്നുണ്ട്. അച്ഛൻ വീണ്ടും റേഡിയോയിൽ പാട്ട് വെച്ച് അതിനകത്ത് ഉച്ചത്തിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അത് കാണെ ഹരീഷിനും ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ഒരു കാർ അങ്ങോട്ട് വരുന്നത് കാണെ അച്ഛനും തന്റെ പാട്ട് നിർത്തി ആകാംക്ഷയോടെ
മുറ്റത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. സുഭാഷും സുധീഷും നികേഷും എല്ലാം കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഡാ നികേഷേ എന്ന് വിളിച്ച് ഹരീഷ് അങ്ങോട്ട് ഓടിച്ചെന്ന് അവനെ ചേർത്ത് പിടിക്കുക. എടാ എങ്ങോട്ടാടാ പോയേ? ഇങ്ങോട്ട് നടക്കടാ. നീ എങ്ങോട്ടാടാ പോയേ എന്ന് ചോദിച്ച് അവനെയും കൊണ്ട് വീട്ടിലേക്ക് കയറി പോവുകയാണ്. ആ കാഴ്ച കാണാൻ അച്ഛനും ആശ്വാസത്തോടെ ഒരു ബീഡി പൂക്കാനായി തുടങ്ങുന്നുണ്ട്. പിന്നീട് ഡൈനിങ് ഹാളിൽ കസേരയിലിരിക്കുന്ന നികേഷിനെയും അവനോട് എവിടേക്കാടാ പോയേ? വാ തുറന്ന് പറയടാ. എങ്ങോട്ടാ പോയേ? പറയടാ എങ്ങോട്ടാ പോയെന്ന് എന്നൊക്കെ സങ്കടത്തോടെ ഹരീഷും ചോദിച്ചോണ്ടിരിക്കുക. അങ്ങോട്ടൊരു ഗ്ലാസ്സിൽ വെള്ളവുമായി വരുന്ന സുഭാഷും എടാ ഹരീഷേ വേണ്ടടാ പാവം. എടാ പകൽ മുഴുവൻ കിടന്നലഞ്ഞതാ എന്ന് പറയുമ്പോഴേക്കും പാവല്ലേ, നിന്നെ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? നിന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ വീട്ടിലും ഞാൻ കയറി ഇറങ്ങി. ഈ സിറ്റി മുഴുവൻ ഞാൻ നോക്കി. ഞാൻ മാത്രമല്ല എല്ലാവരും. ഞങ്ങൾ ഭ്രാന്ത് പിടിച്ച പോലെ അലയുകയായിരുന്നു. എവിടേക്കാടാ പോയത്? എടാ ഞങ്ങൾ അന്വേഷിക്കുമെന്ന് നിനക്കറിയില്ലേ? എടാ പറയടാ എങ്ങോട്ടാ പോയത് എന്നൊക്കെ ഹരീഷ് സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും ഹരീഷ് ഏട്ടാന്ന് അവനെ ചേർത്ത് പിടിച്ച് കരയുക നികേഷും. ഹരീഷും അവനെ ആശ്വസിപ്പിച്ച് സങ്കടത്തോടെ എടാ എത്രമാത്രം പേടിച്ചെന്നറിയോ? നീ പോയിട്ട് ഞങ്ങൾ മാത്രം എന്തിനാടാ ഇവിടെ? ഇനി ഇത് ആവർത്തിക്കില്ല നികേഷ്. എടാ കരയാതെ എന്ന് പറഞ്ഞ് അവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ഹരീഷ് അവനെ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ഹരീഷ് ഒന്ന് മാറിയേ എന്ന് നിധി പറയുന്നുണ്ട്. ഹരീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറുമ്പോഴേക്കും തിരിച്ചു വന്നപ്പോ താലവും വിളക്കും എടുക്കാൻ മറന്നുപോയി. അതും കൂടി വേണമായിരുന്നല്ലേ എന്ന് നിധി ചോദിക്കേ നികേഷ് ഒന്നും മിണ്ടാതെ തലയും താഴ്ത്തിയിരിപ്പാ. വലിയ വീരനായകനായിട്ടല്ലേ വന്നത്? ഏട്ടന്മാരെ മുഴുവൻ തോൽപ്പിക്കാൻ തീരുമാനിച്ചു പോയതല്ലേ? അവര് തോറ്റു, നീ ജയിച്ചു അല്ലേ നികേഷേ? നിധി ചോദിക്കുമ്പോഴേക്കും ഏട്ടത്തി എന്ന് നികേഷും വിളിക്കുക. സങ്കടത്തോടെ നികേഷിനെ നോക്കി നിൽക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അമ്പലത്തിൽ വെച്ച് നികേഷ് നിധിയോട് തന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് മനസ്സ് തുറക്കുന്നതും നികേഷിന് ആ വീട്ടിലും അവരുടെ മനസ്സിലും എത്രമാത്രം സ്ഥാനമുണ്ടെന്ന് സുഭാഷ് അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.